ഒരു ചരിത്രം പറഞ്ഞു തരാം, മനോഹരമായ ഒരു കഥ. പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. മൂസാ നബിയേ, അവിടത്തെയുടെ പ്രിയപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട് നബിയേ. അവനെ വന്നെടുക്കണം നബിയേ, അവനെ വന്ന് കുളിപ്പിക്കണം നബിയേ, അവനെ വന്ന് മറമാടണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാ. കൂടി നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞു, നബിയേ, നിങ്ങളുടെ നാവ് കൊണ്ട് ചോദിക്കത്തക്ക ഒരാൾ ഇവിടെ മരിച്ചിട്ടില്ല നബിയേ. പാപ്പമാരെ ശ്രദ്ധിച്ചാ നിങ്ങൾക്കും ഉപകാരപ്പെടും നബിയേ. നിങ്ങളുടെ നാവ് കൊണ്ട് ചോദിക്കാൻ പറ്റിയ ഒരാൾ ഇവിടെ മരിച്ചിട്ടില്ലല്ലോ നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ചോദിക്കുകയാ, ഇവിടെ ആരെങ്കിലും മരിച്ചോ? ഇല്ല നബിയേ, മരിച്ചിട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യവും ബഹുമാനപ്പെട്ട മൂസാ നബി ചോദിക്കുകയാ. കാരണം എന്തെന്നറിയോ? മൂസാ നബിക്കറിയാം ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന്. അല്ലാഹുവല്ലേ മൂസാ നബിയോട് പറഞ്ഞത്. അവസാനം മൂസാ നബിയുടെ സ്വഭാവം മനസ്സിലാക്കിയവർ പറഞ്ഞു, നബിയേ, ഒരാൾ മരിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ കള്ളു കുടിച്ചവനാണ് നബിയേ, അവൻ വ്യഭിചരിച്ചവനാണ് നബിയേ. പടച്ചവനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയവനാ നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാ, എവിടെയാണ് അവന്റെ മയ്യത്ത് കൊടുക്കുന്നതെന്ന് പറയൂ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, അക്കാണുന്ന ആളുകൾ ഒഴിഞ്ഞ വിജനമായ സ്ഥലം കണ്ടോ, അവിടെയാണ് ആ മനുഷ്യന്റെ മയ്യത്തുള്ളത് എന്ന് വിളിച്ചു പറയുമ്പോ പടച്ചവനെ, മൂസാ നബി ആ സവിധത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അവിടത്തേക്കൊന്ന് കടന്നു പോകുമ്പോൾ പടച്ച റബ്ബേ, ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഒരാളും മരികില്ല, ഒരു കുട്ടിയും മരികത്തില്ല. മൂസാ നബി അവിടെ നിന്ന് കുളിപ്പിക്കുകയാണ്, മറമാടുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ ഇവൻ വ്യഭിചാരിയാണെന്ന് പറയുന്നുണ്ടല്ലോ, റബ്ബിനെ ഓർക്കാത്തവനാണെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തേ റബ്ബേ ഇവനിക്ക് വേണ്ടി നിസ്കരിക്കാനും കുളിപ്പിക്കാനും മറമാടാനും എന്നോട് പറഞ്ഞതല്ലാ. പടച്ച റബ്ബ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മലക്ക് ജിബ്രീലിനെ പറഞ്ഞു വിടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്ന് വരികയാ. എന്നിട്ട് പറയുന്നു, നബിയേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ നബിയേ. അവൻ കള്ളു കുടിച്ചവനാ, അവൻ വ്യഭിചരിച്ചവനാ, അവൻ റബ്ബിനെ ഓർക്കാത്തവനാ, അവൻ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയവനാണ്. പക്ഷേ നിങ്ങൾ അറിയാത്ത ഒരു സ്വഭാവം അവനിക്കുണ്ടായിരുന്നു നബിയേ. പരിശുദ്ധമാക്കപ്പെട്ട തൗറാത്തുണ്ടല്ലോ, നിങ്ങൾ കിടന്നിട്ടുള്ള തൗറാത്ത്, നിങ്ങൾ പോലും അറിയാതെ അവനവന്റെ കൈ കൊണ്ട് എടുക്കുകയാ. ആ തൗറാത്ത് അവൻ ഇങ്ങനെ വായിക്കുകയാണ്. ഓരോ വരികൾ വായിച്ചു പോകുമ്പോഴും അതിന്റെ ഇടയിൽ കാണാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കാണുമ്പോ ഇവന്റെ കണ്ണുകൊണ്ട് വന്നിട്ട് മുഹമ്മദ് എന്ന പേര് കണ്ട സ്ഥലത്ത് വെക്കുകയാണ്. അത് മാത്രവുമല്ല, അവന്റെ ചുണ്ടുകൊണ്ട് വന്നിട്ട് മുഹമ്മദ് എന്ന പേര് കേട്ട സ്ഥലത്ത് വെക്കുകയാ. വസല്ലി അലൻ നബിയിൽ മുഖ്താർ, ലോകത്തിന്റെ രാജകുമാരനിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയാ. കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ ആ മുത്തുനബിയുടെ പേരില് ആരും കാണാതെ സ്നേഹം കൊടുത്ത സ്വലാത്തുകൾ ചൊല്ലിയ മനുഷ്യനാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയ എന്റെ ഹബീബിനെ മനസ്സറിഞ്ഞിട്ട് ഒരാൾ പ്രേമിക്കുമ്പോ അവനെ ഞാൻ വെറുതെ വിടൂലല്ല നബിയേ. അവന്റെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ. ശംസുല്ലുലമയുടെ ചാരത്ത് കടന്നു വന്നിരിക്കുന്ന ബാപ്പാ, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാ ബാപ്പാ, നിങ്ങൾ
എത്ര ഭാഗ്യവതികളാണ് പെങ്ങള്, എത്രയോ സ്വലാത്തുകളാണ് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിയത്. മദീനത്തിന്റെ മണവാളനെ സ്നേഹിച്ചുകൊണ്ട് ഇഷ്ടം വെച്ചുകൊണ്ട് പടച്ചവനെ ആയിരക്കണക്കാന സ്വലാത്തുകൾ ഈ പരിശുദ്ധമായ സദസ്സിൽ മുടങ്ങിയില്ലേ? പിന്നെങ്ങനാ നമ്മുടെ ഈ സദസ്സിന് ദുആക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് ഹബീബിനെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രേമിച്ച വിട പറയുന്ന സമയത്ത് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് വിളിച്ചു പറയുമ്പോ ഇന്നിവിടെ ഇരിക്കുന്ന ബാപ്പമാരെ മനസ്സുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലുമ്പോ മനസ്സുകൊണ്ട് കരുതണം, ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും എപ്പോഴും മരിച്ചാലും അല്ലാഹുവേ ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിപ്പോയ സ്വലാത്തിന്റെ പവർ കൊണ്ട് എന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് നീയത്ത് ചെയ്തിട്ട് വിടുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിഞ്ഞു പോയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നമുക്കതൊരു മുതൽക്കൂട്ടാണെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്കൊന്ന് കടന്നു വരുന്നതിന് മുമ്പ് പോലും ഒരു കളവും പറയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത സിദ്ദീഖുൽ അക്ബർ, ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട തോടനെ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളാ നമ്മളോട് പറഞ്ഞത്. അല്ലാഹുവേ, നമ്മൾ ഈ ചൊല്ലിയ ഈ സ്വലാത്തിന്റെ പവർ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മനസ്സിൽ തട്ടി പറയുമ്പോ അല്ലാഹ് നമ്മളെ സ്വീകരിക്കും. അല്ലാഹുവേ, ഇവിടെ നിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഒരു പേടികൾ പേടിക്കണ്ട, ദാരിമീയ എടുത്ത് കളഞ്ഞിങ്ങള് ഈ വാക്ക് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് കരുതി. സ്വലാത്ത് എന്തെല്ലാം വീതിച്ചു കൊടുത്താലും ഇതൊരിക്കലും വീതിച്ചു കൊടുക്കൂല. എത്ര പേർ അള്ളാന്റെ ഹബീബിനെ പറ്റി പറയണ സദസ് ഹബീബിന് ഇഷ്ടല്ലേ? ഹബീബിനെ പറ്റി പാട്ട് പാടുമ്പോ അത് മുത്തുനബിക്ക് ഇഷ്ടല്ലേ? ഹബീബിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ എഴുതുമ്പോ അത് ഹബീബിന് ഇഷ്ടമല്ലേ? അത് പറയുമ്പോഴും അത് പാടുമ്പോഴും അത് കേൾക്കാൻ വേണ്ടി കടന്നു വരുന്നവരെ ലോകത്തിന്റെ രാജകുമാരന് ഇഷ്ടല്ലേ? മദീനത്തൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, മദീനത്തൊരു സ്വഹാബി ലോകത്തിന്റെ രാജകുമാരന്റെ അടുക്കലേക്ക് വരൂല, പുണ്യനബിയുടെ ചാരത്ത് വരില്ല, ഹബീബിന്റെ വാക്ക് കേൾക്കാൻ മദീന പള്ളിയിൽ അരികിൽ ഇങ്ങനെ വന്നിരുന്ന് കേൾക്കും. മുത്തുനബി തങ്ങൾ വരുന്ന ഒറ്റ ഓട്ടോ വീട്ടിലേക്ക്, ഏതുവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ. അതിനുശേഷം ഹബീബിനെ പറ്റി കേൾക്കാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എവിടെങ്കിലും ഇരിക്കുമ്പോ ഓടി വന്നിരുന്നിട്ട് ഇങ്ങനെ കരയും, കണ്ണുകളിലൂടെ കണ്ണുനീര് വരും. എന്നിട്ട് പറയും, സിദ്ദീഖ് തങ്ങളെ, എനിക്ക് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, നീ ഇത്രയും നാൾ ഇവിടെ വന്നവനല്ലേ, എന്തേ നീ ഹബീബിന്റെ അടുക്കലേക്ക് വരാത്തത്? ഈ ഒന്നിനും എന്തുകൊണ്ടാ ഈ ഒന്നിനും കൊള്ളാത്തവൻ, ഒരു സ്വലാത്തും ചൊല്ലാത്തവൻ. ഈ സ്വഹാബിയെ പറ്റിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞത്, ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, ഈ മദീനത്തുണ്ട്, എപ്പോഴും സ്വലാത്ത. ഈ മനുഷ്യൻ പറയാ, ഹബീബിന്റെ മുമ്പിലേക്ക് ഞാൻ വരാത്തത് ഒട്ടും സ്വലാത്ത് ചൊല്ലാത്തൊരു മനുഷ്യനല്ലേ ഞാൻ. എന്നാൽ അവിടെ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന മഹൽ വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പവർ കൊണ്ട് അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ കടത്തട്ടെ, അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ കടത്തട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് സ്നേഹിക്കണം. ഹബീബിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നില്ല അതപോടെ, ഈ അതബ് തന്നെയാ നമുക്ക് നാളെ സ്വർഗ്ഗത്തിൽ എത്താനുള്ളത്. ഹബീബിനെ പറ്റി പറയുന്ന സദസ്സിൽ അലിയാർ തങ്ങൾ എപ്പോ പറഞ്ഞാലും ഒരു സ്വഹാബി കടന്നു വരും, വന്നിട്ട് മിണ്ടാതിരിക്കും. ഏതുവരെ തന്റെ കാലിൽ ഒരു തേള് വന്നിട്ട് കുത്തിയിട്ട് പോലും അതിനെ ചലിപ്പിക്കാതിരുന്നപ്പോ അവസാനം സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, മോനെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവിടെ പറഞ്ഞു, എന്റെ കാലിൽ ഒരു തേള് കുത്തിയിട്ടുണ്ട്. എന്തേ നീ പറയാത്തത്? ഞാൻ പറയാതിരുന്നത് എന്റെ ഹബീബിനെ പറ്റിയല്ലേ പറയുന്നത്. ആ മുത്തുനബി തങ്ങളെ പറ്റി പറയുമ്പോ അതബുകേട് കാണിക്കാൻ പാടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അവിടത്തെ കാലൊന്ന് ചലിപ്പിക്കാൻ പോലും അവിടുത്തെ സ്വഹാബത്ത് അനങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഈ അച്ചടക്കം കാണുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്, അല്ലാഹു ഇതുപോലെ നിങ്ങൾക്ക് നാളെ വൽജാറു അഹ്മദു വറഹ്മാനു നശിഹ, അല്ലാഹുവിനെയും ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അയൽവാസിയായി കിട്ടുന്നവരിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. ഇല്ലേ, വേണമെങ്കിൽ സ്നേഹിക്കും, മനസ്സറിഞ്ഞോട് സ്നേഹിക്കുക. ഹബീബിനെ പറ്റി പറഞ്ഞാലും പാടിയൊക്കെ കേട്ടോളി. ഇല്ലേ, 1000 കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ 1000 കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ 1000 കണ്ണിലും കാണുമേ ഞാൻ എൻ്റെ
മണിമുത്ത് നൂറുള്ളാവേ മണിമുത്ത് നൂറുള്ളാവേ കണ്ണുള്ളോർ കണ്ടു കണ്ടോരെ കണ്ടു കണ്ടപ്പോൾ വിണ്ടു കൽവുള്ളം പൂണ്ടു കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു കാണാൻ കൊതിയായി ഏറെ നടന്നു നബിയേ മദിയേ നിലവേ നിറവേ എന്നിൽ വരുമോ പൂനബിയേ ഉറക്കമുടങ്ങട്ടെ മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ഈ ഉച്ചത്തിൽ തന്നെ ഈ മുഴയ്ക്ക് സൗണ്ട് പോലെ മരിക്കുന്ന സമയം കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. ഞാൻ ഈ കൂടെ കൂടി ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഈ സദസ്സ് ഒരു വല്ലാത്ത അത്ഭുതകരമായ സദസ്സാണ്. അതുകൊണ്ട് അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാൻ, കബൂലാക്കണേ അല്ലാഹ്.